പഞ്ചായത്തി രാജ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന് നിയമമുള്ള സംസ്ഥാനം ബീഹാർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് നിയമമൂലം നിർബന്ധമാക്കിയിരുന്ന ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആര്? നെഹ്റു. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആര്? ഗാന്ധിജി. ഇന്ത്യൻ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് ആര്? ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 24. ത്രിതല പഞ്ചായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത്? ഗ്രാമസഭ. ഏത് കമ്മിറ്റി ആണ് സ്വതന്ത്ര ഭാരതത്തിൽ പഞ്ചായത്തി രാജിനെക്കുറിച്ച് ആദ്യം പഠിച്ചത്? ബൽവന്ത് റായ് മേത്ത. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവത്കരിച്ച് ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി? LM സിംഗ്വി. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? MN റോയ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? 243A. ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പർ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റിപ്പൺ പ്രഭു. പഞ്ചായത്തുകളുടെ രൂപവത്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ആർട്ടിക്കിൾ 40. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം? 21 വയസ്സ്. പഞ്ചായത്തി രാജിന് ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതി? 73. 1977 പഞ്ചായത്ത് തല ഗവൺമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ ജനതാ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ? അശോക് മേത്ത. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏക മലയാളി? EMS. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് എന്ന്? 1993 ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ത്രിതല പഞ്ചായത്ത് നിയമം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം? മധ്യപ്രദേശ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആണ് ആന്ധ്രാപ്രദേശ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം? 50%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി? 5 വർഷം. ത്രിതല പഞ്ചായത്ത് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? PV നരസിംഹറാവു. നഗരപാലികാ നിയമം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി? 74. ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പഞ്ചായത്തി രാജ് വിഷയം ഉൾപ്പെടുത്തിയത്? 9. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ? ചെന്നൈ. കേരളത്തിൽ ഇപ്പോൾ എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്? 941. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കെട്ടിവയ്ക്കേണ്ട ജാമ്യത്തുക എത്രയാണ്? 1000. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല? എറണാകുളം. മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി ലഭിച്ച ആദ്യ പഞ്ചായത്ത്? കഞ്ഞിക്കുഴി, ആലപ്പുഴ. ജൈവ പച്ചക്കറി കൃഷി വികസനത്തിൻ്റെ ഭാഗമായി അഗ്രികൾച്ചർ ഡിസ്പെൻസറി ആരംഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്? കഞ്ഞിക്കുഴി. 2014-15 സ്വരാജ് ട്രോഫി ലഭിച്ച പഞ്ചായത്ത്? കുലശേഖരപുരം, കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജലനയം നടപ്പിലാക്കിയ പഞ്ചായത്ത്? പെരുമണ്ണ, കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റി ഏത്? മലപ്പുറം. പെൺകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്? അമ്പലപ്പാറ, പാലക്കാട്. കേരളത്തിലെ ആദ്യ വ്യവഹാര വിമുക്ത നിയമസാക്ഷരതാ പഞ്ചായത്ത്? ചെറിയനാട്.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ മലപ്പുറം. ജലത്തിൻ്റെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട് വാട്ടർ കാർഡ് ഏർപ്പെടുത്തിയ ജില്ലാ പഞ്ചായത്ത് കുന്ദമംഗലം കോഴിക്കോട്. പഞ്ചായത്തി രാജ് നിയമമനുസരിച്ച് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? പഞ്ചായത്ത് പ്രസിഡന്റ്. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മങ്കര പാലക്കാട്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭൗമ വിവര ശേഖരണ പഞ്ചായത്ത് ഏത്? മാണിക്കൽ, തിരുവനന്തപുരം. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ജലസേചന പദ്ധതി മീൻവല്ലം. കേരളത്തിലെ ആദ്യ ഭരണ നഗരസഭ തിരൂർ. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി, ഇടുക്കി. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് അമ്പലവയൽ, വയനാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പെൻഷൻ നഗരസഭ ആറ്റിങ്ങൽ. കേരളത്തിലെ ആദ്യ ഗിരിവർഗ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. ത്രിതല പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏത്? ധനകാര്യം. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ, കണ്ണൂർ. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ, തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം. ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതലുള്ള ജില്ല തൃശൂർ. ബ്ലോക്ക് പഞ്ചായത്തുകൾ കുറവുള്ള ജില്ല വയനാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കൃത പഞ്ചായത്ത് വെള്ളനാട്, തിരുവനന്തപുരം. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ, മലപ്പുറം. കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂർ. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കേരളത്തിലെ ആദ്യ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ, കോഴിക്കോട്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ, കണ്ണൂർ. If you like our videos, please subscribe to our channel and click the like button. For more questions and answers, visit www.karolapskik.com.